ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ കോളേജ് പ്രോഗ്രാം. ഓക്കെ, ഉതുപ്പാൻ്റെ കിണർ എന്നുള്ള ഒരു പാഠഭാഗമാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ആരാണ് ഉതുപ്പാൻ, എന്താണ് ഈ ഒരു പേരിൽ പ്രത്യേകത ഉണ്ടല്ലോ, ഉതുപ്പാൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല ഒരു പേര് ഉതുപ്പാൻ. ആരാണ് ഉതുപ്പാൻ, അദ്ദേഹം ചെയ്ത കാര്യം എന്താണ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ജനങ്ങൾക്ക് കൊടുത്ത ഒരു നന്മ അതെന്താണ്, അതെല്ലാം കൂടി ഇൻക്ലൂഡഡ് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക. കൂടാതെ പിന്നെ കാരൂർ നീലകണ്ഠ പിള്ളയാണ് ഇത് എഴുതിയത്. അപ്പം മിസ് ജസ്റ്റ് ഒരു കണ്ടന്റ് പറയാം. ഉതുപ്പാൻ്റെ കഥ എന്നുള്ളത് ഒരു കണ്ടന്റ് മിസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഉതുപ്പാൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഒരു തുണ്ട് ഭൂമി കഷ്ടപ്പെട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ആ ചെറു നഗരത്തിൽ പല സ്ഥലത്തും അദ്ദേഹത്തെ കാണാറുണ്ടല്ല. അദ്ദേഹം ഒരു നാട്ടുംപുറത്തുകാരനാണ്. അദ്ദേഹം എപ്പോഴും കടകളുടെ മുന്നിലൂടെയും നാട്ടുവഴിയിലൂടെയൊക്കെ നടക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണ്. അദ്ദേഹം ഒരിക്കലും ഒരു ചെറിയ ഇത്തിരി ഭൂമി വാങ്ങണം, തുണ്ട് ഭൂമി അദ്ദേഹത്തിൻ്റെ പേരിൽ വാങ്ങിയിട്ട് അവിടെ ഒരു കിണർ കുഴിക്കുക ചെയ്യുന്നത്. ആ കിണർ കുഴിക്കുമ്പോൾ നാട്ടുകാർ അയാളെ ഇങ്ങനെ കളിയാക്കും, നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ലേ, ആ കിണർ കുഴിക്കുന്ന സമയം കൊണ്ട് അവിടെ ചെറിയൊരു ഓലപ്പുര കെട്ടി പുട്ടും പഴവും ഒക്കെ വിറ്റാൽ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കിക്കൂടെ, വെറുതെ ഇങ്ങനെ കിണർ കുഴിക്കുന്നതാണ്. ഇയാളങ്ങനെ കളിയാക്കി ലാസ്റ്റ് അയാൾ കിണർ പണി കഴിയുന്നു, അതിൽ വെള്ളം കാണുന്നു, അയാൾ തന്നെ കിണർ കുത്തുക ചെയ്യുന്നത്. അതിൽ വെള്ളം കാണുന്നു, ആ വെള്ളം പിന്നെ നാട്ടുകാർ ഉപയോഗിക്കാൻ തുടങ്ങുന്നു. പിന്നെ അങ്ങനെ എന്ത് ചെയ്യുന്നു, ഉതുപ്പാനെ കുറച്ചൊക്കെ പിന്നീട് അദ്ദേഹത്തെ അംഗീകരിക്കുന്നു. ആൾക്കാരെ വെള്ളം കുടിക്കാൻ തുടങ്ങുമ്പോൾ ഉതുപ്പാൻ ഭയങ്കര സന്തോഷമാണ്. ഹായ്, ഞാൻ കുത്തിയ കിണർന്ന് വെള്ളം മറ്റുള്ളവർക്ക് ദാഹശമനത്തിന് ഉപയോഗിക്കുന്നുണ്ടല്ലോ, അത് സ്വയം അദ്ദേഹത്തിന് സന്തോഷിച്ചു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ലാസ്റ്റ് അത് വലിയ നഗരമായി, ആ ഗ്രാമപ്രദേശം നഗരമായി മാറി. പിന്നെ പഞ്ചായത്ത്, പിന്നെ വാർഡ്, അങ്ങനെയുള്ള വർഗീകരണമൊക്കെ നടന്നു. അപ്പോൾ കുഴൽക്കിണറൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ പഴയ കിണറുകളൊക്കെ മൂടണം എന്നുള്ളൊരു ഓർഡർ വന്നു. അങ്ങനെ ആ കിണർ മൂടാൻ വേണ്ടി ഗവൺമെൻറ് പറയുമ്പോൾ ഉതുപ്പാൻ പറയണം, എൻ്റെ കിണർ ഞാൻ മൂടാൻ സമ്മതിക്കില്ല എന്ന് കരഞ്ഞു. അപ്പോഴേക്കും പടു കിഴവനായി മാറിയിട്ടുണ്ട്, കുറേ വർഷങ്ങൾ പോയിട്ടുണ്ട്, പ്രായം കൂടിയിട്ടുണ്ട്. അവസാനം ഉതുപ്പാൻ എന്ത് ചെയ്യുന്നു, കിണർ മൂടാൻ സമ്മതിക്കുന്നില്ല. അപ്പം ജനങ്ങൾ ഇയാൾക്ക് ഭ്രാന്താണെന്ന് പറയും, ജനങ്ങൾ ഇയാളെ കളിയാക്കും. എങ്കിലും അവസാനം ഉതുപ്പാൻ ഇതിൻ്റെ ക്ലൈമാക്സിൽ ഉതുപ്പാൻ എന്ത് ചെയ്യുന്നു, കിണറിൻ്റെ കൈവരിയിൽ കയറിയിരുന്നു, കിണറിനെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. അവസാനം കിണർ അദ്ദേഹത്തെ വാരി പുണരുന്നു. അങ്ങനെ കിണർ അദ്ദേഹത്തെ മാടി വിളിച്ച് അദ്ദേഹത്തിന് കിണറിൻ്റെ നെഞ്ചോട് ചേർക്കുന്നു എന്നാണ് അവസാനം. അതിൻ്റെ അർത്ഥം എന്താ, കിണറിലേക്ക് ചാടുന്നു, കിണറിലെ ഫുള്ള് വെള്ളം മൃതപ്രായനായി കുടിക്കുന്നു എന്നൊക്കെയാണ്. അങ്ങനെ അദ്ദേഹം മരിക്കുന്നു. കിണറിലേക്ക് ചാടി ആരും മരിക്കുന്നു, ഉതുപ്പാൻ മരിക്കുന്നു. അവസാനത്തെ ഒരു സങ്കടമായിട്ട് അവസാനിക്കുന്ന ഒരു കഥയാണ്. അതാണ് ഉതുപ്പാൻ്റെ കിണർ എന്ന കഥയിലെ ഉള്ളടക്കം. അതാണ് ആശയം. അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എസ്സേ നിങ്ങൾ എഴുതണം കേട്ടോ. ഉതുപ്പാൻ്റെ കിണർ എന്ന് പറയുന്ന പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട കണ്ടന്റ് എന്താണെന്നുള്ളതാണ് മിസ് പറഞ്ഞത്. കാരൂർ നീലകണ്ഠ പിള്ളയാണ് ഇത് എഴുതിയത്. ആ ചെറുനഗരത്തിൽ പലയിടത്തും ഉതുപ്പാനെ കാണാം. ഹോട്ടലുകളുടെ വാതിൽക്കൽ, വണ്ടിപ്പേട്ടയിൽ, വള്ളക്കടവിൽ, തന്നേക്കാൾ ഭാരമുള്ള ചുവടിനു കീഴെ, പട്ടണം ഉറങ്ങിയാൽ പീഡികത്തിണ്ണയിലൊക്കെ ഉതുപ്പാനെ കാണാം. അവൻ കഴിയുമട്ടിൽ പണിയെടുക്കും, കിട്ടുന്നത് കൊണ്ട് ജീവിക്കും. ഉതുപ്പാൻ ആരുമില്ല, പക്ഷേ തനിക്ക് എന്തെങ്കിലും ചുമതലകൾ ഉണ്ടെന്ന് സ്വയം ചിന്തിക്കാനാണ് ആർക്കിഷ്ടം, ഉതുപ്പാൻ ഇഷ്ടം. അവൻ്റെ ജീവിതാവശ്യങ്ങൾ ലഘുവാണ്, എങ്കിലും എന്താ പറയുക, വിശപ്പിന് വേണ്ടി അദ്ദേഹം അധ്വാനിക്കുന്നു. വേറെ ദുശീലങ്ങളൊന്നുമില്ല. എങ്കിലും ചായക്കടയുടെ മുന്നിലൊക്കെ എപ്പോഴും ഉദ്ധാനം കാണാം. ചായയുടെ മുന്നിൽ ചൂടുവെള്ളം യാചിച്ച് തിളക്കുന്ന വെള്ളം തലവഴി ഒഴിക്കുക, കിഴവിയും മറ്റും. അങ്ങനെ എന്താ പറയുക, അവൻ എല്ലാവരും കണ്ടിങ്ങനെ ആരുമില്ലാതെ ഒരു ഗ്രാമത്തിൽ ഒറ്റയ്ക്ക് വളർന്നു വരുന്ന ഒരു കഥാപാത്രമാണ് ഉതുപ്പാൻ. ഒഴിവുള്ള സമയങ്ങളിൽ പ്രാർത്ഥിക്കാനും സുവിശേഷ പ്രസംഗം കേൾക്കാനൊക്കെ നമ്മൾ ഉതുപ്പാൻ പോകും. ക്രമേണ വഴിവെക്കിലും ചന്തമുക്കിലൊക്കെ വേദോപദേശം ചെയ്യുന്നതും ശിശുക്കൾക്ക് യേശുവിൻ്റെ കഥകൾ പറഞ്ഞു കൊടുക്കുന്നതും അവൻ്റെ നിത്യജോലിയായി മാറി. ആ നഗരത്തിൻ്റെ മൂലയിൽ പുതുതായി നിർമ്മിക്കപ്പെട്ട റോഡിൽ ത്രികോണാകൃതിയിൽ പ്രാപിച്ച ഒരു തുണ്ട് പുരയിടം വാങ്ങാനുള്ള പണം ആരും ഉതുപ്പാൻ ജോലി ചെയ്തുണ്ടാക്കി. പിന്നെ അവിടെ അങ്ങനെ അവൻ എന്ത് ചെയ്തു, സ്വന്തമായി കിണർ കുഴിക്കുകയായിരുന്നു അവൻ്റെ പ്രധാനപ്പെട്ട ആഗ്രഹം. കഴിയുന്നിടത്തോളം അവൻ തന്നെ കുഴിച്ചു. വേണ്ടി വന്നപ്പോൾ കൂലിക്കാരനെ കൂട്ടി കുഴിച്ചു. ഇവരെന്ത് ഭ്രാന്തന, വല്ല നിധിയും കിട്ടുമെന്ന് വെച്ചാൽ അങ്ങനെ കിണർ താണുമെന്ന ക്രമത്തിന് ഉതുപ്പാൻ്റെ ഉത്സാഹം വളർന്നു. അവസാനം എന്ത് ചെയ്തു, മണ്ണ് നനവ് കണ്ടു, വെള്ളം കണ്ടു. അങ്ങനെ ആ നിസ്സഹായ ദൈവത്തെ സ്തുതിച്ചു. ഞാൻ ഒറ്റയ്ക്ക് കിണർ കുഴിച്ച് വെള്ളം കണ്ടല്ലോ. അങ്ങനെ കേൾവിക്കാർ രസം തോന്നിയെങ്കിലും അവൻ ഒരു കിണറ്റിൽ വെള്ളം കണ്ട കഥ പറഞ്ഞു. അവനെ ഹൃദയശുദ്ധിയുടെ അടിത്തട്ട് വെള്ളം ചുഴിഞ്ഞിറങ്ങി. കുട്ടികൾ കിണറ്റിൽ വലിയ കല്ലെടുത്തിട്ട് മറ്റൊരു കേട്ട് രസിച്ചു. അയൽവക്കത്തുള്ള കിഴവി പറയുകയാണ്, ആ തെമ്മാടി വഴിയുടെ പക്കൽ കിണർ കുഴിച്ചിരിക്കുന്നു, പശുവിനെ അയച്ചു കെട്ടാൻ കൂടെ നോക്കണം പിള്ളേരെ. പശുവിനെ അയച്ചു കൊടുക്കുമ്പോൾ പക്ഷേ വീണു പോകുന്നത്. എന്നിട്ടും ഉതുപ്പാൻ എല്ലാവരും പരിഹസിച്ചാണ് ചെയ്തത് കേട്ടോ. കിണറിൻ്റെ അടിവര താഴ്ന്നോട് ഉതുപ്പാനെ മടിശീലയുടെ നെല്ലിപ്പലകയും കണ്ണു. കിണർ കുഴിച്ചതലധികം ഭാരം വഹിച്ചും കാലം അവന് അങ്ങനെ 30 ദിവസം കൂലിവേല പോയി കിട്ടുന്ന മിച്ചം കൊണ്ട് 2-3 ദിവസം കിണർ കെട്ടുന്ന ജോലി. അങ്ങനെ കിണർ 5-6 അരഞ്ഞാണോ മതിലൊക്കെ എന്തായി
കിണർ കെട്ടി. നാട്ടുവഴിയിലൂടെ നടക്കുന്നവർ കാണാത്തവണ്ണം ഇങ്ങോട്ട് വരൂ, വെള്ളം കുടിച്ചോളൂ എന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ ഒരു കപ്പിക്കൊളുത്തുമായി ഒരു തൊട്ടിയും കയറും ഇട്ടപ്പോൾ യൗവനത്തെ ചവിട്ടി വെച്ച് മുന്നോട്ട് പോകുന്ന പുത്രിക്ക് വരൻ മംഗല്യസൂത്രം ചാർത്തുന്ന മുഹൂർത്തത്തിൽ പിതാവിനുണ്ടാക്കിയ യഥാർത്ഥത പോലെ തോന്നിയായിരിക്കും ഉതുപ്പാന്. എന്തായാലും അവിടെ ഒരു കുടിൽ കെട്ടി പുട്ടുപഴയും വിറ്റിരുന്നെങ്കിൽ ഇതിനേക്കാൾ ഏറെ പണം ആറ്റ് സ്വരൂപിക്കാമായിരുന്നു എന്ന് ആളുകൾ പരിഹരിച്ചു. ഉതുപ്പാനെ പരിഹരിച്ചു. ഉതുപ്പാന്റെ വക എന്ന് കൂടി എഴുതി വെച്ചിരുന്നെങ്കിൽ അങ്ങനെ തീരെ ഗതി കെട്ടാൽ കുടിച്ചു ചാകാൻ ഇവ വല്ലവരുടെ കിണർ അന്വേഷിക്കേണ്ടല്ലോ എന്ന് രസിക്കാൻ പറഞ്ഞു. അങ്ങനെ ഉതുപ്പാൻ രണ്ടു വശത്തും വെള്ളം കോർത്ത് വെള്ളം പാലം വെട്ടി അങ്ങനെ എന്ത് ചെയ്തു? അവസാനം അയൽക്കാലി കിണർ കുഴിക്കാൻ കഴിയില്ലാത്ത ആ വഴി കിണറ്റിൽ വെള്ളം കോരി പലരും കുളി ആ കിണറ്റുകരയിലാക്കി. കുട്ടികൾ ചപ്പും ചവറും കല്ലിട്ട് രസിച്ചു. ഒരു ദുരാഗ്രഹ തൊട്ടിയും മറ്റു പാപി കപ്പിയും മോഷ്ടിച്ചു. കപ്പിയൊക്കെ മോഷ്ടിക്കാൻ തുടങ്ങി. അങ്ങനെ ഉതുപ്പാൻ അങ്ങനെ എന്ത് ചെയ്യാണ്? വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യാണ്. ഇക്കൂട്ടരാരും ഉതുപ്പാന്റെ കഷ്ടപ്പാട് സ്മരിച്ചില്ല. ആ പാവം കുറവ് നികത്തി ആ താവർക്കത് സൂക്ഷിച്ചു. പരിസരം ശുചിയാക്കും, വെള്ളം കോരി കൽക്കുത്തൊട്ടിയിൽ നിറക്കി കുറച്ച് കുടിക്കും. വൃത്തികേടാക്കല്ലേ എന്നിടക്ക് പറയും എല്ലാവരോടും. അങ്ങനെ പട്ടണം വളർന്നു, ആളുകൾ ഡെവലപ്പ് ആവാൻ തുടങ്ങി. ആ ഒരു പ്രദേശം കിണറിട്ട് മൂടാൻ ഒരു നഗരത്തിലുള്ള ജലാതരകളെ 30 ദിവസത്തിന് മൂടണം. അങ്ങനെ ചെയ്യാത്ത പക്ഷം നഗരസഭയിൽ നിന്ന് പണിഷ്മെന്റ് കിട്ടുന്നൊക്കെ പുതിയൊരു ഓർഡർ വന്നു. പക്ഷേ കുഴൽവെള്ളം കിട്ടിയപ്പോൾ, അതായത് കുഴൽ കിണർ കുഴിക്കാൻ തുടങ്ങിയ ആ പ്രദേശങ്ങളിൽ, എന്നാൽ ഉതുപ്പാൻ മാത്രം തൻ്റെ കിണർ മൂടാൻ സമ്മതിച്ചില്ല. അവസാനം അയാൾ കിണറ്റിനെ മതിലിൽ കയറി ചന്ദ്രൻ പൊട്ടാൻ തുടങ്ങിയ അയാൾ ആ കുരിശ് അടയാളത്തോട് ചേർത്ത് വെച്ചു. എത്ര നേരം നിന്ന് അയാൾ പ്രാർത്ഥിച്ചു. അവസാനം അയാൾ എന്ത് ചെയ്തു? പിന്നെ ആ തെളിനീർ ഇങ്ങോട്ട് ഇവിടെ ആശ്വസിക്കാം എന്നാരെങ്കിലും ആ ലോകം ക്ഷണിച്ചു. അയാൾ അറിഞ്ഞുകൊണ്ടാണോ അറിയില്ല, ആ കിണർ ജനയിതാവിനെ മേൽ വെള്ളം തൂക്കി അയാൾ സ്വന്തം കിണറ്റിൽ അത്യമായി ജലപാനം ചെയ്തു. അയൽവീട്ടിലെ നായി ചരമഗീതം പാടി. ചന്ദ്രന്റെ മുഖം വിളറി. ആ കിണർ ഉതുപ്പാന്റെ രഹസ്യത്തെ വിശ്വസ്തയോടെ ഗോപനം ചെയ്തു. ഗോപനം എന്നുള്ള രഹസ്യം നടത്തട്ടോ. അല്ല ഗ. അപ്പോൾ ഉതുപ്പാന്റെ കിണർ എന്നുള്ള ആരായിരുന്നു ഉതുപ്പാൻ? ആ ചെറു നഗരത്തിൽ ഒറ്റയ്ക്ക് വളർന്നു വന്ന ഒരു സാധാരണ മനുഷ്യനായിരുന്നു ഉതുപ്പാൻ. എന്താണ് ഉതുപ്പാൻ ചെയ്ത ബുദ്ധിശൂന്യത എന്ന് നാട്ടുകാർ പരിഹസിച്ചത്? അദ്ദേഹം ഒരു കിണർ കുഴിച്ചു. സ്വന്തമായി ഭൂമി വാങ്ങി അവിടെ ഒരു കിണർ കുഴിച്ചു. നാട്ടുകാർക്ക് ഉപകാരമാവട്ടെ എന്ന് കരുതി. പക്ഷെ നാട്ടുകാർ അദ്ദേഹത്തെ പരിഹസിച്ചു കൊണ്ടിരുന്നു. അതാണ് ബുദ്ധിശൂന്യത എന്ന് പറഞ്ഞാൽ. ശരിക്കും അതൊരു ബുദ്ധിശൂന്യതയല്ല. ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിച്ചാൽ അതെന്താവും അതിന് ഉത്തരം? അത് കിണർ കുഴിക്കുക എന്നാണ് അതിൻ്റെ ഉത്തരം. ഓക്കെ. പിന്നെ കാരൂരാണ് ഇത് എഴുതിയത്. കാരൂർ നീലകണ്ഠപിള്ള. കാരൂരിൻ്റെ ഒരു മികച്ച കഥകളിൽ ഒന്നാണ് എന്ത്? നമ്മുടെ ഈ ഒരു ഉതുപ്പാന്റെ കിണർ. ഒറ്റത്തടിയായി ജീവിച്ചു പോകുന്ന ഉതുപ്പാൻ ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യം കൊണ്ട് അല്പം ഭൂമി വാങ്ങുന്നതും അതിലൊരു കിണർ കുഴിക്കുന്നത്. കിണറിനോട് സമൂഹം രേഖപ്പെടുത്തുന്ന പ്രതികരണം ബോധമില്ലാത്ത ജനങ്ങൾക്കിടയിൽ ബോധമുള്ള ഒരുവൻ, അതായത് ഉതുപ്പാൻ കിണർ കുഴിക്കുന്നതും അതിനോടനുബന്ധിച്ച് വരുന്ന പ്രശ്നങ്ങളും അവസാനം നഗരസഭ അത് മണ്ണിട്ട് മൂടാൻ കൽപ്പിക്കുന്നതും ഉതുപ്പാൻ തൻ്റെ സ്വന്തം നിർമ്മിച്ച കുഴിച്ച കിണറിൽ ആത്മഹത്യ ചെയ്യുന്നതുമാണ് ഈ ഒരു കഥയുടെ ആശയം. ഓക്കെ. അപ്പൊ ഇതാണ് ഉതുപ്പാന്റെ കിണർ. ആരാണ് എഴുതിയത്? കാരൂർ നീലകണ്ഠപിള്ള. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് കടൽ തീരത്ത് എന്ന് പറഞ്ഞ ഒരു കഥ. ഇത് എഴുതിയത് OV വിജയൻ. OV വിജയൻ എല്ലാവർക്കും അറിയാലോ, അദ്ദേഹം പ്രസിദ്ധനായ ഒരു എഴുത്തുകാരനാണ്. പിന്നെ ഇതിൽ പറഞ്ഞ പ്രകാരം കഥ ജസ്റ്റ് ഒരു കണ്ടന്റ് പറഞ്ഞുതരാം. അതായത് ഈ കഥയിൽ പ്രധാനമായും പറയുന്നത് വെള്ളായിയപ്പൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ്. വെള്ളായിയപ്പൻ, മാറിപ്പോവരുതേ, വെള്ളായിയപ്പൻ. ഈ വെള്ളായിയപ്പൻ്റെ മകൻ വധശിക്ഷയ്ക്ക് വിധിച്ച് ജയിലിലാണ്. വെള്ളായപ്പൻ്റെ മകൻ കണ്ണൂർ സെൻട്രൽ ജയിലിലാണ്. അപ്പൊ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് തീവണ്ടിയും കാടും മേടൊക്കെ കടന്ന് ഒറ്റയ്ക്ക് വെള്ളായപ്പൻ യാത്ര ചെയ്തു പോകുന്നതാണ് കഥയുടെ ആശയം. അവസാനം അദ്ദേഹം തൻ്റെ മകനെ കാണുന്നു. മകൻ ജയിലിൽ നിന്ന് കുറേ മേലധികാരികളുടെ പെർമിഷനോട് കൂടി അച്ഛൻ്റെ അടുത്തെത്തു. അച്ഛൻ ചോദിക്കുന്നു,